ധീരരക്തസാക്ഷികൾ നയിച്ച പാതയിൽ വരുന്നിതാ ഞാൻ പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങളൊത്ത്. ധീരരക്തസാക്ഷികൾ നയിച്ച പാതയിൽ വരുന്നിതാ ഞാൻ പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങളൊട്ട്. സരിനോട്ട് ചെയ്യുവാൻ ജാതിയില്ല സോദരേ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും കെട്ടി സജീവമാകുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് ചുമരെഴുത്തും. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ പ്രചരണാർത്ഥം മാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പാട് ഭാഗത്ത് ലോഡിംഗ് തൊഴിലാളിയായ സുലൈമാൻ ഡോക്ടർ പി സരിന് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ തിരക്കിട്ട് ചുമരെഴുതുന്നുണ്ട്. ഒന്നും തന്നെയായിരുന്നു ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ ലോഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അമ്പാട് മറ്റേ മാത്തൂർ അമ്പാട്. എൻ്റെ പേര് സുലൈമാൻ. അപ്പോൾ നമ്മൾ ഈ എഴുത്ത് മാത്രമല്ല, ഈ കവിതകൾ ഈ അടുത്തതിലുണ്ടായിരുന്നു. കവിതയൊക്കെ എഴുത്ത് സ്വന്തം തയ്യാറാക്കി പാടുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വിജയിച്ച ഒരു നല്ല നേട്ടം കിട്ടണം, ജനങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് ഇവിടെ സരിൻ തന്നിട്ടുണ്ട്. സുലൈമാൻ ഒരു കവി കൂടിയാണ്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരു പാട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. അതിമനോഹരമായി ആ ഗാനം ആലപിക്കുന്നുമുണ്ട്. സരിന് നോട്ട് നൽകുവാൻ ജാതിയില്ല സോദരേ, സരിന് നോട്ട് നൽകുവാൻ മതങ്ങളില്ല സോദരേ. ജാതിമത പിന്തിരിപ്പൻ ജാതിമത പിന്തിരിപ്പൻ വർഗീയതയുടെ പൊയ്മുഖം തച്ചുടച്ചു കളയുവാൻ സമയമായി സഖാക്കളെ, തച്ചുടച്ചു കളയുവാൻ സമയമായി സോദരേ. ഇദ്ദേഹം ലോഡിംഗ് തൊഴിലാളിയാണെങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തുന്നുണ്ട്. തെർമോക്കോൾ കൊണ്ട കലാരൂപങ്ങളും പാർട്ടി പരിപാടികൾക്കും ചെയ്തു കൊടുക്കാറുണ്ട്. സരിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പാലക്കാട് മണ്ഡലം ഇപ്പോൾ സരിൻ വിജയിക്കും എന്നുള്ള ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. സരിൻ ഉറപ്പായിട്ടും വിജയിക്കും എന്നാണ്. അപ്പോൾ ബോർഡുകളൊക്കെ ഇങ്ങനെ മറ്റേ പലവിടെയും നല്ല പ്രചാരണങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലിപ്പോൾ സരിൻ്റെ ബോർഡാണ് ഇപ്പോൾ ഈ പാലക്കാട് മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. ചുമരെഴുത്ത് ഇപ്പോൾ ഒരാഴ്ച, ഒരു 10 ദിവസത്തോളമായി ഇവിടെ പലവിടെയും നമ്മൾ എഴുതുന്നത്. രാവിലെ എത്ര മണിക്ക്? രാവിലെ ഒരു 6 മണിക്ക്. ഈ വെയിലല്ലേ, അപ്പോൾ അതിന് മഴയുണ്ടാകുമ്പോൾ മഴ വന്നാലോ എന്നുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് ഒരു 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങി വെയിലാകുമ്പോൾ നിർത്തും. കൂടാതെ കല്യാണത്തിനായി ഡെക്കറേഷൻ വർക്കും തെർമോക്കോളിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.